ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല വലിപ്പം ഉണ്ടാകരുത്, നല്ല പൊടിഞ്ഞ് വരണം കേട്ടോ. നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവും, കാണാനും നല്ല മൊഞ്ചുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ചെറിയ ഹോൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ക്യാരറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പശു നെയ്യിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് നല്ലോണം തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ക്യാരറ്റ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാരറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ബാക്കി വന്നിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്രെഡിന് ഇതിൽ മധുരം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഗരം മസാല പൊടിയാണ് ഇട്ടത്. ബിരിയാണി മസാലപ്പൊടിയില്ലേ അതാണ്. അപ്പോൾ ഇതാർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ മസാല കറികൾക്കും അതുപോലെ തന്നെ ബിരിയാണി മന്തി എല്ലാത്തിലേക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല പൊടിയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ഒരു 5 ഏലക്ക എടുത്തിട്ട് ഞാൻ ഇതേപോലെ കുരു എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ 3 ക്യാരറ്റ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 10 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ തരികൾ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ ഒരു ക്യാരറ്റ് നല്ലോണം തന്നെ അടിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ല, ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റാണ് ഇത്. അപ്പോൾ ഇത് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊക്കെ ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കുന്നില്ല കേട്ടോ, ഇത് ചൂട് ആറിയതിന് ശേഷം ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബൗളിലേക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുട്ട നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുട്ടൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ക്യാരറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് തേച്ച് കൊടുക്കാം. നല്ല നെയ്യോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടായി നിൽക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് പൊങ്ങുന്നത് തോന്നിയാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ഒരു 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവുക. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കട്ടോ. പിന്നെ അടിയിൽ തട്ട് വേണ്ടവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. അടി കരിയാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നും താണു പോകുന്നുണ്ട്, അതുണ്ടാവും, കുഴപ്പമില്ല.
ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞേ.